ക്രിസ്തുമസ് ആഘോഷരാവിനെ വരവേൽക്കാൻ ഒരുങ്ങി നാട്. നക്ഷത്രവിളക്കുകളും പുൽക്കുടിലുകളും ഒരുക്കി വിശ്വാസികൾ. മനുഷ്യസ്നേഹത്തിന്റെയും ത്യാഗത്തിന്റെയും സന്ദേശമാണ് ക്രിസ്തുമസ് നൽകുന്നത്. കാലിത്തൊഴുത്തിൽ പിറന്നവനേ, കരുണ നിറഞ്ഞവനേ. മനോഹരമായിട്ടുണ്ട് കേട്ടോ. അതെ, നമ്മുടെ ഈ ലോകത്ത് എമ്പാടും ജാതി മത ഭേദമന്യേ എല്ലാവരും ക്രിസ്തുമസിന്റെ ആഘോഷ രാവിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. നാട് നേരത്തെ ക്രിസ്മസിനെ ആഘോഷിക്കാൻ ഇത്തവണ നേരത്തെ നാടൊരുങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ കുട്ടികളൊക്കെയും തന്നെ ഈ ദിവസങ്ങൾക്ക് മുന്നേ തന്നെ രാത്രി കാലങ്ങളിൽ കരോളും മറ്റും ഒക്കെ ആയിട്ട് തന്നെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. നമ്മുടെ ഇപ്പോൾ ക്രിസ്തുവിന്റെ ജനന ദിവസമാണ് ക്രിസ്തുമസ് ആയിട്ട് ആഘോഷിക്കുന്നത് അല്ലെ. അതുകൊണ്ട് തന്നെ എല്ലാ സ്ഥലങ്ങളിലും പള്ളികളിലാണെങ്കിലും വീടുകളിലാണെങ്കിലും ഉണ്ണിയേശു പിറന്നിട്ടുണ്ട്. ഇപ്പോൾ എല്ലാ സ്ഥലങ്ങളിലും എല്ലായിടത്തും അതിൻ്റെതായ ഒരുക്കങ്ങളാണ്. പുൽക്കൊടികളിൽ ഒരുക്കുകയാണ്, നക്ഷത്രങ്ങൾ തൂക്കിയിട്ടുണ്ട്. ഏകദേശം നവംബർ കഴിയുന്നതോടെ ആ ഒരു സമയം മുതലേ നക്ഷത്രങ്ങളൊക്കെ എല്ലാ വീടുകളിലും തെളിഞ്ഞു കാണാൻ വേണ്ടി നമുക്ക് കാണാൻ പറ്റുന്നത് ജാതി മത ഭേദമന്യേ എല്ലാ വീടുകളിലും നക്ഷത്രങ്ങളുണ്ട്. വെറൈറ്റി ഇപ്പോൾ വിപണികളിലൊക്കെയും തന്നെ വ്യത്യസ്ത തരത്തിലുള്ള നക്ഷത്രങ്ങളൊക്കെയും ഇറങ്ങിയിട്ടുണ്ട്. ഒരു മത്സരം ഇത് തന്നെയാണ് വിപണികളിൽ നടക്കുന്നത് യഥാർത്ഥത്തിൽ അല്ലേ. എന്തായാലും നമുക്ക് ഈ ക്രിസ്മസ് ആഘോഷത്തിന്റെ ഭാഗമായിട്ട് പള്ളികളിലെ വിശേഷം കാഴ്ചകളൊക്കെ നെറ്റ്വർക്കിന്റെ പ്രേക്ഷകരുമായി പങ്കുവെക്കാം. അതെ, ഇവിടെ നമ്മുടെ നാട്ടുകാരൊക്കെയും തന്നെ ഉണ്ട്. ഇവിടെ നല്ല രീതിയിൽ തന്നെ അലങ്കരിച്ചുകൊണ്ടിരിക്കും. ക്രിസ്മസിനെ ആഘോഷിക്കാൻ പുൽക്കുടിൽ ഒരുക്കിക്കൊണ്ടിരിക്കുന്ന മനോഹരമായൊരു കാഴ്ചയാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. നമസ്കാരം സർ. പേരെന്താ? തോമസ് ഏട്ടൻ അല്ലേ? തോമസ് ഏട്ടൻ, എന്താണ് നിങ്ങൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇവിടെ പള്ളിയോട് വന്നിട്ട് പുൽക്കൂടിൽ പരിപാടി ചെയ്തുകൊണ്ടിരിക്കുന്നത്. പുൽക്കൂട് നിർമ്മാണം കുറച്ച് രണ്ടാഴ്ചത്തോളമായി തുടങ്ങിയിട്ടല്ലേ. ക്രിസ്തുമസിന്റെ ഒരുക്കങ്ങളൊക്കെ തുടങ്ങിയിട്ട് ഇപ്പൊ ഇന്ന് രാത്രിയാണല്ലേ ആഘോഷം? ഇന്ന് രാത്രി ആഘോഷം. അപ്പോഴേക്കൊക്കെ ഒന്ന് സെറ്റായി എടുക്കും. പിന്നെ രാത്രി അതിന്റെ നല്ല വെളിച്ചമൊക്കെ ഉണ്ടാവുന്നത്. അതിൽ ഈ ഒരു പകൽ ദൃശ്യം മാത്രമേ കാണിക്കുന്നു. രാത്രി ലൈറ്റ് എല്ലാ വീടുകൾക്കും ഉണ്ടാവും. ഈ പുൽക്കൂടില് പ്രധാനപ്പെട്ട എന്തൊക്കെയാ ഈ പുൽക്കൂടില് കാര്യമായിട്ട് നമ്മൾ പറയുമ്പോ ക്രിസ്തുമസിന്? ഉണ്ണീശു പിറക്കുന്ന സ്പോട്ട് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. അത് ആദ്യം കാണിക്കും. പിന്നെ അതിനെ ബന്ധപ്പെട്ട് നമ്മുടെ കൊട്ടാരങ്ങൾ പഴയ ജെറുസലേം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇത് ഉള്ളത് മാത്രം. അവിടെ ഇങ്ങനെ വരുന്ന കുറച്ച് വഴികളും ദൃശ്യങ്ങളും കാണിക്കുന്നുണ്ട്. പിന്നെ അങ്ങോട്ട് നമ്മുടെ ഒരു ലൊക്കേഷൻ ഉണ്ടല്ലോ, വളരെ മനോഹരമായിട്ടുണ്ട് കേട്ടോ. ഈ വെള്ളച്ചാട്ടവും കാര്യങ്ങളും ഒക്കെ ഒരുക്കിയിട്ട് ഈ നല്ല പുല്ലുപാടൊക്കെ ഒരുക്കിയിട്ടുണ്ട്. എങ്ങനെയാണ് ഇത് ഒരുക്കുന്നത്? ഞാൻ ആർട്ടിസ്റ്റാണ്. നമുക്ക് പിന്നെ നമ്മൾ പറഞ്ഞ പോലെ ലൊക്കേഷൻ നമ്മുടെ മനസ്സിലുണ്ട്. ആ ലൊക്കേഷൻ ആദ്യം ചെയ്തുകൊണ്ട് പിന്നെ എല്ലാവരുടെ സഹകരണത്തോടു കൂടിയാണ് നമ്മൾ പറഞ്ഞോട് അവർ ചെയ്യും. അങ്ങനെയാണ് ചെയ്യുന്നത്. കുറേ കാലമായി ഈ രംഗത്ത് പ്രവർത്തിക്കുന്നത്? കുറേ കാലമായി ആർട്ടിസ്റ്റാണ് ഞാൻ. ചിത്രം വരെയൊക്കെ ഉണ്ട്. പിന്നെ ഇത് കുറേ കാലം കൂടിയാണ് നമ്മൾ ഇത്ര വലിയൊരു പുൽക്കൂട് നിർമ്മിക്കുന്നത്. ആ ജെറുസലേമിന്റെ കാഴ്ചകളൊക്കെയും അത് മനസ്സിലൊക്കെ ഇങ്ങനെയാണ് അത് എന്ന് ക്രിയേറ്റ് ചെയ്തെടുക്കുക എന്നുള്ളത് വലിയൊരു കാര്യമാണ് അല്ലേ. ഇത്തരത്തിലാണ് നമ്മുടെ ഈ ഉണ്ണിയേശു പറന്നിട്ടുണ്ടാവുക, ഇത്തരത്തിലാണ് ആ കാര്യങ്ങൾ എന്നൊക്കെയും ഒരു ചെറിയ സ്ഥലത്ത് ഇത്ര വലിയ മനോഹരമായിട്ട് ക്രിയേറ്റ് ചെയ്തെടുക്കുക എന്നുള്ളത് വളരെ അതിനോടുള്ള ഒരു താല്പര്യം നമ്മുടെ ആ എക്സ്പീരിയൻസ് ഒക്കെ തന്നെയാണ് അല്ലേ നികേഷേട്ടാ? പട്ടണം അതുപോലെ തന്നെ ബെത്ലഹേമിലെ കാലിത്തൊഴുത്തും ഒക്കെ വളരെ ചെറിയൊരു സ്ഥലത്ത് നിങ്ങൾ മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പള്ളിയുടെ ഭാരവാഹികളൊക്കെ ഇതിന് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവും അല്ലേ? ആരൊക്കെയാണ് അതിന്റെ സെക്രട്ടറി? നമ്മുടെ സജിയാണ് ഏറ്റവും കൂടുതൽ. സജി പിന്നെ നമ്മുടെ അച്ഛൻ മെയിനാണ്. അച്ഛൻ നമ്മുടെ വന്നിട്ട് അധികം ആഴ്ച 2 ആഴ്ച 3 ആഴ്ച അങ്ങനെ ആയുള്ളൂ. അച്ഛൻ ഭയങ്കര സൂപ്പറാണ് നമ്മുടെ അച്ഛൻ. പിന്നെ നമ്മുടെ എല്ലാവരും കമ്മിറ്റി അംഗങ്ങൾ, കുട്ടികൾ ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ, കുട്ടികൾ ഉൾപ്പെടെ എല്ലാവരും നമ്മുടെ പിന്നെ ഭാരവാഹികളും എല്ലാവരും സഹകരിച്ചിട്ടാണ് ഇങ്ങനെ നല്ലൊരു പുൽക്കൂട് നമുക്ക് മനോഹരമായി പിന്നെ നടത്താൻ സാധിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവർ ഒരുക്കങ്ങളൊക്കെ അന്നേ തന്നെ തുടങ്ങിയിട്ടുള്ളത് കൊണ്ട് ക്രിസ്തുമസ് അങ്ങ് ആഘോഷിക്കാൻ തന്നെ തയ്യാറായിട്ട് റെഡിയായിരിക്കും അല്ലേ എല്ലാവരും? അതായത് നമുക്ക് ക്രിസ്മസിന്റെ ആഘോഷങ്ങൾക്ക് അപ്പുറത്ത് ഇതിന്റെ ആശംസകൾ അറിയിക്കുന്നതിന്, അതുപോലെ തന്നെ ഇതിന്റെ സന്ദേശങ്ങൾ നൽകുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ പള്ളിയിലെ അച്ഛൻ ഇവിടെ റെഡിയായി നിൽക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് പള്ളിയിലേക്ക് വിശേഷങ്ങളൊക്കെ അച്ഛൻ തന്നെ പറയട്ടെ അല്ലേ? പള്ളിയിലേക്ക് പോകാം. അതെ, നമ്മുടെ വീടുകളിലാണെങ്കിലും നാട്ടിലും നടക്കുന്ന ക്രിസ്തുമസിന്റെ പരിപാടികളൊക്കെ നമുക്ക് അറിയുന്നതാണ് അല്ലേ. പക്ഷെ ഈ പള്ളിയിലേക്ക് വരുമ്പോൾ അതിന്റെ രീതികൾ വേറെയാണ്. പ്രത്യേക കാര്യങ്ങളും പരിപാടികളും ഒക്കെയും തന്നെയുണ്ട്, പ്രാർത്ഥനകളുണ്ട്. അപ്പൊ ഫാദർ, അപ്പൊ ക്രിസ്തുമസ് ആണല്ലോ, എന്താണ് ഈ ക്രിസ്തുമസ് എന്ന് പറയുന്നത്? ദൈവം മനുഷ്യനായി അവതരിച്ചു എന്ന
ഒരു സത്യമാണ് ക്രിസ്മസിലൂടെ പ്രഘോഷിക്കുന്നത്. എന്തിനവതരിച്ചു എന്ന് ചോദിച്ചാൽ, ക്രിസ്തീയ വിശ്വാസം അനുസരിച്ച് മനുഷ്യൻ്റെ പാപകരമായ ജീവിതത്തിൽ നിന്നും അവനെ രക്ഷിക്കാനായിട്ട് ദൈവം മനുഷ്യനായി അവതരിച്ചു. ഈ ഭൂമിയിൽ 33 വർഷത്തോളം മനുഷ്യനെ പോലെ ജീവിച്ചു. ഏറ്റവും ഒടുവിൽ അവർക്ക് വേണ്ടി യേശുദേവൻ മരിച്ചു. ആ മരണം ഒരു ബലിയർപ്പണം പോലെ, അവരുടെ പാപപരിഹാരത്തിനായിട്ട് ബലിയർപ്പിക്കപ്പെട്ട ഒരു കുഞ്ഞാടെന്ന പോലെയാണ് ക്രിസ്തുവിനെ ക്രൈസ്തവ വിശ്വാസികൾ കാണുന്നത്. ദൈവം മനുഷ്യനായി അവതരിക്കുന്നു, മനുഷ്യരക്ഷയ്ക്കായിട്ട് അവതരിക്കുന്നു എന്നുള്ളത്. പക്ഷെ നമ്മൾ ഇന്നത്തെ കാലഘട്ടത്തിലേക്കും കൂടി ഒന്ന് ചിന്തിച്ച് നോക്കുമ്പോൾ ഒത്തിരിയേറെ സ്വാർത്ഥതയുടെ ഒരു പിടിച്ചുപറിക്കലിൻ്റെ സംസ്കാരമാണ്, മറ്റുള്ളവൻ്റേത് കൂടി കവർന്നെടുക്കുന്നൊരു സംസ്കാരം. അത് എല്ലാ തലത്തിലും ഉണ്ട്. രാഷ്ട്രങ്ങളുടെ ലെവലിലും രാഷ്ട്രീയ ലെവലിലും ജനപ്രതിനിധികളുടെ ലെവലിലും എന്തിന് നമ്മുടെ ഓരോരുത്തരുടെ വ്യക്തിപരമായ ജീവിതത്തിലേക്കൊക്കെ നോക്കുമ്പോഴും അറിയാതെ നമ്മളൊക്കെ ഒത്തിരി സ്വാർത്ഥരും മറ്റുള്ളവൻ്റേത് കൂടി കവർന്നെടുക്കാനായിട്ടുള്ള ആഗ്രഹമുള്ളവരാണ് നമ്മൾ. പക്ഷെ ഇവിടെ ഇതിനോട് ചേർത്ത് നമ്മൾ ക്രിസ്മസിനെ കാണുമ്പോഴാണ് അതിൻ്റെ വലിയ പ്രസക്തി. ദൈവം മനുഷ്യനായി വന്നത് മനുഷ്യനെ പിടിച്ചു പറിക്കാനല്ല, മനുഷ്യന് കൊടുക്കാനായിട്ട്, തന്നെ മുഴുവനായിട്ട് കൊടുക്കാൻ, തൻ്റെ ജീവൻ പോലും സമർപ്പിക്കാനായിട്ട്, അതിലൂടെ എല്ലാവരും നേടിയെടുക്കാനായിട്ട്. അതാണ് ഈ ഒരു ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ഒരു വിശ്വാസവും ബോധ്യവും. ദൈവം മനുഷ്യനെ നേടിയെടുക്കാനായിട്ട് തന്നെ നൽകാനായിട്ട് വന്നു. അപ്പോൾ ചാന്ദിനി, നമ്മുടെ നാടെങ്ങും, അതായത് ലോകമെങ്ങും ക്രിസ്മസ് ആഘോഷത്തിന്റെ ലഹരിയിലാണ്. അതെ, ആ ഒരു ആഘോഷത്തിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ ഈ നെറ്റ്വർക്ക് ന്യൂസിന്റെ എല്ലാ പ്രേക്ഷകർക്കും ഒരു നല്ല ക്രിസ്മസ് ആശംസകൾ നേർന്നുകൊണ്ട് ക്യാമറ പേഴ്സൺ അഗ്നിവേഷ് കുഞ്ഞുമംഗലത്തിനൊപ്പം ചാന്ദിനി, നികേഷ് താവ.